സ്റ്റോപ്പ്. പച്ച തത്ത തച്ചു പോത്തി. ഹലോ, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വീട്ടിലെ കുറെ കാര്യങ്ങള് കാണിക്കാം അല്ലെ, കാണാല്ലേ. ഇന്ന് എന്താണ്, നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോ? എന്താണ്? ഹൽവ. അമ്മ അവിടെ ഹൽവ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ലീവാണ് എല്ലാവർക്കും. ലീവാണ്. ഞാൻ പോവാണ്, ഞാൻ കല്യാണത്തിന് പോവാണ്. ഇന്നലെ ഇവിടെ പല്ലൊക്കെ പറിച്ചിട്ട് കാണിച്ചു കൊടുത്ത ഇവിടെ പല്ലൊക്കെ പോകണേ. ഇനി കൊറേ പല്ല് പോരാനുണ്ട്. ഇതെപ്പോഴും ഇനി വരിക? നോക്കേ, വരുമ്പോ എന്താ കൊണ്ടുവരിക? അങ്ങനെ അവിടെ പോയി. അപ്പൊ എനിക്കിന്ന് കല്യാണം ഉണ്ട്. അപ്പൊ ഞാൻ കല്യാണത്തിന് പോകും. അപ്പൊ ഹൽവയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴേ ഏൽപ്പിച്ചു. സെറ്റ് അല്ലേ? അയക്ക് വരുമ്പോഴത്തേക്കണം കേട്ടാ. അപ്പൊ അങ്ങനെ സി അവിടെ പഠിക്കണം കേട്ടോ. ഓള് ഡയറി ചെയ്താണ്. ഇതിനെ പറ്റിട്ടൊക്കെ എന്തൊക്കെ എഴുതുന്നുണ്ട്. നമ്മൾ നോക്കി നോക്കെ എന്താണ് അവള് എഴുതിക്കണത്. അപ്പൊ എന്താ നോക്കട്ടെ, ഞാൻ നോക്കട്ടെ എന്ത് എഴുതി. ഓൾക്ക് നമുക്ക് വായിച്ചൊക്കെ ഓളെ എന്ത് ഇതിനെ പറ്റിട്ടൊക്കെ എഴുതിക്കണ ഈ എന്താണ്? ഇന്ന് എന്റെ പാവക്കുട്ടിന്റെ ഇതോ ഇന്ന് ഞങ്ങൾ യൂട്യൂബിൽ ഹൽവ ഉണ്ടാക്കുന്ന വീഡിയോ യൂട്യൂബിൽ ഇടും, എല്ലാവരും. ബാക്കി എഴുതി. ഇതെന്തത് നോക്കട്ടെ. ഇതെന്തൊരു പൂച്ചക്കുട്ടിയൊക്കെ വായിക്കട്ടെ. നമുക്ക് വായിച്ചൊക്കെ. ഇന്ന് എന്റെ പാവക്കുട്ടിന്റെ ഒരു കഴുത്തിൽ കെട്ടുന്ന സാധനം പൊട്ടി. എനിക്ക് സങ്കടം വന്നു. പാവം ടെഡി ബിയർ. ഇതെന്താ? ചുവന്ന നിറത്തിലുള്ള പാവാന്നാവൂലേ? ആ. അപ്പൊ ഗൈസ്, ഓടെ ഡയറി കുറെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇമ്മ ഹൽവ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇമ്മ എവിടെ? നമ്മുടെ ഹൽവ സെറ്റ് ആവോ? ഇമ്മ ഹൽവ സെറ്റ് ഒക്കെ ചെയ്ത് ഇതിന് കട്ട് ചെയ്യാനായിക്കണോ? കട്ട് ചെയ്യാനൊന്നായിട്ടില്ല, ഫ്രിഡ്ജിലാക്കണ്ട. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് കഴിക്കാട്ടോ. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതിന്റെ ഒരു വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാരും കാണണേ. അപ്പൊ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ താത്ത ഉണ്ടായിരുന്നോട്ടെ ഹെൽപ്പ് ചെയ്യാൻ. താത്തയും മിണ്ടിയാണ്. അല്ലെങ്കിൽ ഉമ്മാക്ക് താത്താനെ മതി. താത്ത എന്ത് പറഞ്ഞാലും ഉമ്മ ഉണ്ടായി കൊടുക്കും. ഒരു ഗർഭിണിയായുള്ള ഒരു ഭാഗ്യായി. അപ്പൊ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഉമ്മ ഞാൻ കല്യാണത്തിന് പോയി വരുമ്പോ ഒരു പീസ് എടുത്ത് വെക്കണം കേട്ടോ. അപ്പൊ ഈ നമ്മള് കല്യാണം ഒക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇമ്മാന്റെ ഹൽവ എന്തായി നമുക്ക് പോയി നോക്കാം. അപ്പൊ ഉമ്മ, നമ്മുടെ ഹൽവ എന്തായി? 3 മണിക്കൂറോളം നമ്മള് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ആക്കില്ല കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. നമ്മുടെ ഹൽവ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി കഴിച്ചു നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. പഴവും അതുപോലെ ചക്കയും വെച്ചിട്ടാണ് നമ്മൾ ഈ ഹൽവ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഹൽവ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കഴിച്ചു നോക്കാം. നിങ്ങൾക്ക് വേണ്ടേ ഹൽവ? വേണ്ടേ? പിന്നെ റെഡി ആയി നിൽക്കാണ്ടവർ രണ്ടുപേരും. അപ്പൊ കൊടുക്കി ഇതുപോലെ അഭിപ്രായം പറയട്ടെ. അമ്മമാന്റെ ഹൽവ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അടിപൊളിയാ? ഇഷ്ടായോ? എങ്ങനെയുണ്ട്? അപ്പൊ നമുക്ക് കഴിച്ചോ കേട്ടോ അമ്മമാന്റെ ഹൽവ. ടേസ്റ്റ് ഉണ്ട് അല്ലേ? എങ്ങനെയുണ്ടമ്മ? അപ്പൊ ഗൈസ്, ഞങ്ങളെ അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാല് വിറക് കൊണ്ടുപോയിടാണ്ട് കേട്ടോ. അപ്പൊ വിറക് കൊണ്ടുപോയിടാൻ 2 പണിക്കാരെ കിട്ടിയിട്ടുണ്ട്. രണ്ട് പണിക്കാർ, ഒന്ന് സിയ, ഒന്ന് മെഹസാന്. മമ്മ കൊടുക്കുകയും പണിക്കാർക്ക് കൊടുക്കുകയും. എടുക്കുകയും. തന്നെ അതാ. അങ്ങനെ തന്നെ. എവിടെയെങ്കിലും കൊണ്ടുപോയിട്. അടുപ്പിന്റെ അവിടെ. എത്ര കൂലി എത്ര വേണ്ട? 10 റുപ്യ മതിയോ? 10 റുപ്യ മതിയോ കൂലി? ഓക്കെ. ഇനി അടുത്ത പണിക്കാരൻ ഞാനാണ്. അപ്പൊ ഞാൻ കൊണ്ടാവട്ടെ കുറച്ച് ആയിട്ട്. അടുത്ത പണിക്കാരൻ ആപ്പാപ്പാണ്. ആപ്പാപ്പൻ ജീൻ. എന്നിട്ട് പറഞ്ഞോട്, എന്തെങ്കിലുമൊക്കെ പറയും. വ്ളോഗല്ലേ? അപ്പൊ ഇന്ന് ഞാൻ അലുവ തിന്നിട്ടാണ് പണിയെടുക്കുന്നത്. അടുത്തത്
ഞങ്ങൾ എടുക്കൊണ്ടോണ്ട് ഫ്രണ്ട്സ്. ഞാൻ കുഞ്ഞിട്ട് പോയിക്കൂടെ. ഞാനും ആ പാപ്പിയാണെന്ന് പറയും. അടുത്ത പേരുണ്ട്. ഓരോ മത്തം എടുത്താ മതിയാ, എന്നെ എടുക്കണ്ടേ അല്ലേ? എന്റെ മുഖം കാണുന്നുണ്ടോന്നാവോ? കഴിഞ്ഞാ ഫ്രണ്ട്സ് ക്യാമറമാൻ്റെ അടുത്ത് കൊടുക്കാം നമുക്ക്. അപ്പൊ ഗൈസ് നമ്മളൊരു ഗെയിം കളിക്കാൻ പോവാണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്താലോ സിയ? ഓക്കെ സ്റ്റാർട്ട്. ആ അമ്മമ്മയായിട്ട് സ്റ്റോപ്പ് പറയേണ്ടത്. എത്ര നിങ്ങൾ നോക്കല്ലേ? നീ നീ മേസു അടുത്ത്. ഇരിക്ക്. സ്റ്റോപ്പ് പറയേണ്ടത്. സ്റ്റോപ്പ്. എത്ര 3 ആണ് ആദ്യം സ്റ്റോപ്പ് പറയണത്? മേസു. ഓക്കെ സ്റ്റോപ്പ്. അത്രേ പറയും മേസു. രണ്ട് കൊടുക്കി അയ്യടുത്ത് ഓളെ തലപ്പ തട്ടില്ലോ. ഇമ്മ കുറെ പേപ്പട്ടാക്കി ഓലറിയാൻ പാടില്ല. എത്ര? 10. മേസു ഇങ്ങോട്ട് നോക്കണം. സ്റ്റോപ്പ്. വേണല്ലേ ഒരറിയാൻ പാടില്ല ആര് നല്ല മുകളിലാന്നുള്ളത്. 1. ആരാണ് സ്റ്റോപ്പ് പറയണത്? ഞാൻ പറയാം. സ്റ്റോപ്പ്. 6. ഇമ്മ സ്റ്റോപ്പ് പറയണേ. അമ്മ ഇങ്ങോട്ട് നോക്കി. 3. അപ്പൊ പുതിയൊരു ഗെയിമാണ് അമ്മ സിയ മേസാനെ. അതായത് ഞാൻ പറഞ്ഞ സംഭവം നിങ്ങൾ എളുപ്പം പറയണം. ആരാണോ 5 കിട്ടണ്ടാവും 5 വട്ടം എളുപ്പം പറയണം. ഓക്കെ. ഫസ്റ്റ് വന്നിട്ട് ആര് ഫസ്റ്റ് അല്ല പറയാന് വരുന്നത്? ഫസ്റ്റ് എന്താ പറയാ? ഞാൻ പറഞ്ഞുതരാം. കേക്ക് കൊണ്ട് ഓല് ഇങ്ങള് പറയും. റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, ബ്ലൂ ബൾബ്, റെഡ് ബൾബ്. അങ്ങനല്ല റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, എന്നിട്ട് വീണ്ടും ബ്ലൂ ബൾബ്, റെഡ് ബൾബ്. റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, മേസ് അതന്നെ. ബ്ലൂ ബൾബ്, ബ്ലൂ ബൾബ്, റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, റെഡ് ബൾബ്. 5 വട്ടം. എളുപ്പം പറയണം. ബ്ലൂ ബൾബ്, റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, ബ്ലൂ ബൾബ്, റെഡ് ബൾബ്, റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, ബ്ലൂ ബൾബ്, റെഡ് ബൾബ്, റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, ബ്ലൂ ബൾബ്, റെഡ് ബൾബ്, റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, റെഡ് ബൾബ്, റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, ബ്ലൂ ബൾബ്. അപ്പൊ സിയ കേട്ടോ ഈ ഒരു ഗെയിമില് ജയിച്ച്. ഞാൻ അടുത്തത് എന്താ? പച്ച തത്ത ചത്തുപൊത്തിലിരുന്നു. 10 പച്ച തത്ത ചത്തുപൊത്തിലിരുന്നു. 10 പച്ച തത്ത ചത്തല്ല 10 പച്ച തത്ത ചത്തുപൊത്തിലിരുന്നു. അങ്ങനെയല്ലടാ 10 പച്ച തത്ത ചത്തുപൊത്തിലിരുന്നു. ഞാൻ പറയാം. പറയട്ടെ. 10 തത്ത 10 പച്ച തത്ത ചത്തുപൊത്തിലിരുന്നു. എളുപ്പം പറയും. വേഗം പറയും.
10 പച്ച തത്ത തച്ചു പോത്തില്ല. ചത്ത പൊതിലിരുന്നു. ഇനി സിയ വേറെ കണ്ണ വേട്ടാ എന്തേനു 10 പച്ച തത്ത ചത്ത് പൊത്തിലിരുന്നു. 10 പച്ച തത്ത ചത്തുപത്തിലിരുന്ന് 10 പച്ച തത്ത ചത്തുപത്തിലിരുന്ന് 10 പച്ച തത്ത ചത്തുപത്തിലിരുന്ന് 10 ചത്ത പോയി. അടുത്ത എന്താ പറയാ? അടുത്ത് പറയാ അവള് നിക്കണ ആന അലറലോട് അലറൽ ആന അലറിനോട് അലറ്. ആന അലറോടോ ഇമ്മ പറയട്ടെ അലറൽ എളുപ്പം പറയും. ആന അലറലോട് അലറൽ ആ. ആന അലറലോ എനിക്ക് ചെയ്യാം ഞാൻ പറയട്ടെ. ആന അലറിനോട് അലറ് ആന അലറിനോട് അലറ് ആന അലറിനോട് അലറ് ആന അലറിനോട് ജയിച്ചു. ഒന്നുണ്ട് ഉം. ഞാൻ പറയട്ടാ. ഉം. ഒരു അരിപ്പൊടി പൊതിക്കണമെങ്കിൽ മില്ലിക്ക് പോണം. അപ്പൊ അവിടെ തോടാണ്. അപ്പൊ എങ്ങനെ അമ്മമ്മ കടുക്കും അങ്ങോട്ട്? നിങ്ങളോടാണ് ചോദ്യം. അരിപ്പൊടി പൊടിക്കാൻ ഞാൻ പറഞ്ഞത് അതല്ലേ ഞാൻ പറഞ്ഞെടുത്ത പോലെ. അരിപ്പോട് പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാല് അരിപ്പൊടി പൊടിക്കാന് അപ്പുറത്തെ മില്ലിക്ക് പോണെന്നുണ്ടെങ്കിൽ ഒരു പുഴ കടന്ന് അല്ലെങ്കിൽ തോട് കടന്ന് പോണം. അതിമ്മ പാലൊന്നുമില്ല. അപ്പൊ എങ്ങനെയും മുത്തശ്ശി പോവും പൊടിക്കാന്? അരിപ്പൊടി എന്തിനാ പൊടിക്കാൻ ഉമ്മ കരസ്ഥമാക്കിയിരിക്കുന്നു. മറ്റേ കാര്യം പറയാ. ഏത്? മറ്റേ ഉത്തരല്ലേ കൊക്കിരിക്കും കൊള്ളും കൊക്കിരിക്കും കുളം തോടില്ലടാ. കൊക്കിരിക്കും കുളം പറ്റുന്ന അറിയാ വിളക്ക് മണ്ണെണ്ണ വിളക്ക്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലും നമ്മുടെ വീഡിയോ. ഓക്കെ അപ്പൊ ഞാൻ പറയട്ടെ. ആ പറയും. കല്ല് പൊട്ടിച്ചണ അതിനൊന്നുമില്ല. കല്ല് പൊട്ടിച്ചണ അതിനൊന്നുമില്ല. കല്ല് പൊട്ടിക്കണ അതിനൊന്നുമില്ല. എന്താ തോറ്റു. ഞാൻ തോറ്റു. പറയും ഉത്തരം പറയും. ഞാനും തോറ്റ്. ഇത് പൗളാണ്. ചോദ്യം പറഞ്ഞാണ് ഉത്തരം പറയണം. ചോദ്യം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങള് വീണ്ടും വരാം. എല്ലാരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ലൈക്ക് ലൈക്ക്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങള് വീണ്ടും വരാം അല്ലേ?